ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോഴും സുക്കുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. നിങ്ങൾ വിചാരിക്കും കോഴിയെ മോഷ്ടിക്കാൻ പോവുകയാണെന്ന്. അല്ല, നമ്മളിപ്പം ഈ വെയിലായതുകൊണ്ട് നമ്മുടെ പെരയുടെ മുകളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെയുള്ള അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഇപ്പം കയറാനൊക്കത്തുള്ളൂ കേട്ടോ. എന്തൊരു ചൂടാണ്, കരിഞ്ഞുണങ്ങും കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ടിപ്പുകളൊക്കെ ചെയ്ത് ഇവിടെ മിനുക്കി വെച്ചിരിക്കുന്ന മുഖമൊക്കെ കരിവാളിച്ചൊക്കെ പോകും കേട്ടോ. അതിന് ഞാനിങ്ങനെ ഫുൾ സെറ്റായിട്ട് ഇങ്ങനെ കയറി വന്നതാണ്. നിൽക്കാൻ ഒക്കത്തില്ല കേട്ടോ, കാലൊക്കെ അങ്ങ് പൊള്ളിപ്പോവാം. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒത്തിരി പായൽ കിടപ്പുണ്ട്, നമ്മുടെ ചെടിക്ക് നല്ലതാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് നമ്മുടെ പേരുടെ മേലിങ്ങനെ പായൽ വന്ന് കിടക്കുമല്ലോ. അപ്പോഴാ പായലെല്ലാം നീക്കി കൂട്ടി നമുക്ക് ചെടിയുടെ മുട്ടി കൊണ്ട് ഇടാം. ഒത്തിരി നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അത് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ പരിപാടികളൊന്നും ഞാൻ കാണിക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമോ ഈ സംഭവം? ഈ നമ്മുടെ പച്ചപ്പായലുണ്ടല്ലോ, പെരയുടെ മേളിലൊക്കെ വരുന്ന പച്ചപ്പായൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. അന്നേരം നീക്കി കൂട്ടി അത് നമുക്ക് ചെടിയുടെ മുട്ടി കൊണ്ടിട്ടാൽ നല്ലതാണ് കേട്ടോ. ഒരു വളവുമാണ്, തണുപ്പുമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുതിരുമല്ലോ, അപ്പോഴതൊരു വളവുമാണ്. ഞാൻ നീക്കി കൂട്ടി കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നീക്കി കൂട്ടാം. വെയിലൊന്ന് മാറിയിട്ടുണ്ട്, എന്നാലും തറയ്ക്ക് ഭയങ്കര തണുപ്പ്. തറയ്ക്ക് ഭയങ്കര ചൂട്, പൊള്ളുന്ന ചൂട്. എന്നാലും സാരമില്ല, ഒത്തിരി ദിവസം കൊണ്ട് നമ്മുടെ പെരയുടെ താഴെയൊക്കെ മിനുക്കിക്കൊണ്ട് നടന്നാൽ മതിയോ. നമ്മുടെ പെരയുടെ മേളും കൂടെ നമ്മളതൊന്ന് മിനുക്കണ്ടേ. മുഖവും കാലും കയ്യും ഒക്കെ മിനുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെരയുടെ മേളും കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ അത് തൂത്ത് വൃത്തിയാക്കി ചെയ്യാം. എനിക്ക് ചെടിക്ക് ഇച്ചിരി വളവും ആവും, തണുപ്പും കിട്ടും നമ്മുടെ ചെടിക്ക്. അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. നീക്കി കൂട്ടട്ടെ, കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ നീക്കി കൂട്ടാം. എല്ലാ സംവിധാനമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ തറയിലെ പായലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ തറയിലെ പായലിൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് നമുക്ക് നീക്കി കൂട്ടി ഒത്തിരി കാണും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഉണക്കാവുമ്പം നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ. ഒത്തിരി കിട്ടും. മഴയത്ത് നമുക്കൊക്കത്തില്ല, തെന്നിക്കിടക്കുമല്ലേ. അപ്പോൾ ഈ ഉണക്ക് സമയത്താണിത് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കണ്ടു, ഒത്തിരി ഉണ്ട്. കണ്ടോ, ഇത്രയും പായൽ നമുക്ക് കിട്ടി. ഇങ്ങനെ എല്ലാ വശത്തും കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനായിട്ട് തന്നെ ഇവരിട്ടിരുന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തൂത്തെടുക്കാമെന്ന് വിചാരിച്ചേ ഇങ്ങനെ ഇട്ടിരുന്നതാണ്. കണ്ടോ, ശരിയുണ്ട്. കണ്ടോ നിങ്ങൾ കണ്ടോ ഇങ്ങനെ തൂത്തെടുക്കണം കേട്ടോ. കരിയിലേക്ക് അങ്ങ് പറക്കി കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ പെരയുടെ മുകൾ വൃത്തിയാകുകയും ചെയ്യും, നമുക്ക് ചെടിക്കുള്ള വളവും കിട്ടും കേട്ടോ. ഇനി നമുക്കേ ഇപ്പുറത്തെ വശത്ത് നമുക്ക് തൂത്തുകൂട്ടാം.
കണ്ടോ? അങ്ങനെ എനിക്ക് ഒരു കട്ട പായൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിയില സഹിതം ഒരു കട്ട പായൽ കിട്ടിയിട്ടുണ്ട്. ഇനി താഴെ കൊണ്ടുപോയി നമ്മുടെ കരിയില മാറ്റിയിട്ട് എന്തുവാ നമ്മുടെ പായൽ ചെടിയുടെ മുട്ടിയിട്ട് കൊടുക്കണം. അത്ര ഒത്തിരി കിട്ടി. വേണ്ട കണ്ടോ, ഇത് നല്ലോണം ഉണങ്ങി കേട്ടോ. നല്ലതുപോലെ ഉണങ്ങി നമ്മുടെ പെരയുടെ മുകള് അടിപൊളിയായി തൂത്തും വാരി സുപ്പ് കേട്ടോ. ഇനി അവിടെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ആരെടുത്തോണ്ട് പോകും താഴെ കേട്ടോ. ഒത്തിരി ഉണ്ട് നമ്മൾ തൂത്ത് വന്നപ്പം കേട്ടോ. ഇത്രയും നമ്മുടെ പെരയുടെ മേലിൽ കിടന്നയാണല്ലോ. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഇതിൻ്റെ മേലിൽ കയറാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം വൈകുന്നേരമായി. ഇനി അടുത്ത മഴയ്ക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. മുക്കാലുണ്ട്, മുക്കാൽ കിട്ടി കേട്ടോ. വെയിറ്റ് ഉണ്ട്. അമ്മച്ചിയേ വെയിറ്റ് ഉണ്ട്. നല്ലോണം ഉണങ്ങിയിരിക്കും കേട്ടോ. ഇപ്പോഴും പോകാം നമുക്ക്. അയ്യോ, അപ്പോൾ താഴെ കൊണ്ടുപോയി കരിയില മാറ്റിയിട്ട് ഞാൻ ഇട്ടോളാം കേട്ടോ. താഴെ എത്തിക്കണമല്ലോ. ഇതിപ്പോൾ ലിഫ്റ്റ് വഴി നമുക്ക് താഴെ പോവാം. ലിഫ്റ്റ് വഴി ഞാൻ താഴെ പോട്ടെ അന്നേരം കേട്ടോ. ഓ പാവം ഈ സുപ്പുവിൻ്റെ ചാർവാഴ കണ്ടോ. ദേ ഒത്തിരി നാളായത് ഇത് കൊണ്ടുവച്ചിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത് മാത്രം, ഈ കറ്റാർവാഴ മാത്രം നമുക്കിവിടെ പിടിച്ച് കിട്ടത്തില്ല. പനിക്കൂർക്ക നേരത്തെ നമുക്ക് പിടിച്ച് കിട്ടത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷേ അത് ഞാൻ നട്ട് അത് ശരിയാക്കി എടുത്തു. ഇപ്പം ദേ ഞാൻ ഇവനെ ഒന്ന് വലുതാക്കാൻ പെടുന്ന പാടൊന്നും പറയണ്ട കേട്ടോ. ഇങ്ങനെ മൂടി ഇങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ കഞ്ഞിവെള്ളമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ ശരിയാവുമായിരിക്കാം അല്ലേ. തോണ്ടി വെച്ചിട്ട് ഉണക്കും. ഞാൻ ഇച്ചി ഒന്ന് തോണ്ടി വയ്ക്കാം, അല്ലെങ്കിൽ ഈ വെള്ളം താഴത്തതുമില്ല അല്ലേ. അങ്ങ് കട്ടിയാവും വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഇതങ്ങ് തറഞ്ഞു പോകും കേട്ടോ. അപ്പോഴും ഞാൻ ചെയ്യുന്ന പണിയാണ് നമ്മുടെ ചെടികൾക്കും ചെടിയുടെ മൂടുമൊക്കെ ഇങ്ങനെ ഒന്ന് തോണ്ടിയിട്ട് കൊടുത്താൽ നമുക്ക് പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ശരിയാവുമായിരിക്കാം അല്ലേ. അപ്പോഴും നിങ്ങൾ പറ ശരിയാവുമെന്ന്. ഇതിൻ്റെ മുട്ടിച്ച് ചാണകപ്പൊടിയൊക്കെ കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ചിലയിടത്ത് അങ്ങ് പിടിച്ച് കിട്ടും. എനിക്ക് ഇവിടെ പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. ഞാനത് എപ്പോഴും ഇരുന്ന് കരയുന്നത് ഈ കറ്റാർവാഴയുടെ കാര്യം പറഞ്ഞു കേട്ടോ. പഴത്തൊലിയൊക്കെ ദേ സാരസു തെറ്റിയുടെ കൂട്ടിക്കൊട്ടിട്ട് അമ്മയ്ക്ക് തെറ്റിയ നോട്ടം കേട്ടോ. എനിക്കിതും അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അയ്യോ ചേടാ, നമുക്കിഷ്ടം പോലെ ചെമ്പരത്തിപ്പൂവുണ്ട്. ഇന്ന് കണ്ടോ, ഇഷ്ടം പോലെ ചെമ്പരത്തിപ്പൂവുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെമ്പരത്തി, കുഞ്ഞ് ചെമ്പരത്തി കണ്ടോ, അടിപൊളിയാണ്. ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. കണ്ടോ, ഇഷ്ടംമാതിരി ചെമ്പരത്തിപ്പൂവുണ്ട്. ഓ കണ്ടോ, ദേ ഇങ്ങനെ കിടക്കുക വെയില. കണ്ടോ ഇപ്പോഴും അത്തപ്പൂ ഇടാനുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പൂ കിട്ടും. അത്തപ്പൂ ഇടാൻ
ഈ ചെമ്പരത്തി പൂവാ പറിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടോ? നമ്മുടെ സരസൂനെ എപ്പോഴും വിറക് ദേ ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കണം. സരസൂന് എപ്പോഴും ഇങ്ങനെ വിറക് ഇങ്ങനെ അടുക്കി എപ്പോഴും വയ്ക്കണം, നിറഞ്ഞിരിക്കണം വിറക് കേട്ടോ. അപ്പോഴിങ്ങനെ നമ്മുടെ ചേട്ടന്മാരെയും കൊണ്ട് അടുക്കി വെച്ചേക്കുക, സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന് നമുക്ക് എടുക്കാമല്ലോ. എല്ലാം ചെറുതാക്കി വെച്ചേക്കും, അടുക്കി. ഇതൊക്കെ സരസുവിൻ്റെ പണിയാണ് കേട്ടോ. അടുക്കി പറക്കി എപ്പോഴും വയ്ക്കണം കേട്ടോ. കണ്ടോ, നിങ്ങളുടെയൊക്കെ വീട്ടിലെ ചക്കയൊക്കെ എത്ര വരെ ആയി? ഇതേ സുപ്പുവിൻ്റെ വീട്ടിലെ ചക്ക അതേ ഇത്രയൊക്കെ ആയി. ഇവനാണ് വലിയ ചക്ക കേട്ടോ. പിന്നെ എന്തുവാടാ ബഹളം? പിന്നെ മേലോട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുഞ്ഞി ചക്കയാണ്. പക്ഷേ ഇതാണ് മൂത്തവൻ ആദ്യം വീണത്. ഇത് നമുക്ക് പെട്ടെന്ന് അടത്താം. മറ്റേതൊക്കെ നമ്മുടെ ഇതിൻ്റെ മേളിലാണ്. പക്ഷേ അത് എങ്ങനെ അടത്തുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴേ കൺഫ്യൂഷനാണ് കേട്ടോ. മേളോട്ടുണ്ട് ചക്ക. ഇടിച്ചക്കൊക്കെ പാകമാണെന്ന് തോന്നി ഈ ചക്കയല്ലേ. പക്ഷേ ഇവിടെ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇടിച്ചക്ക തോരൻ വയ്ക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. കണ്ടോ, നമ്മുടെ സരസു കണ്ടോ തെങ്ങ് നട്ടു വെച്ചേക്കുന്നത്. സരസു ഇവിടെ എവിടെയോ ഒരു പന്ന തേങ്ങ കിടന്നു. അത് നമ്മുടെ ഈ തൊഴിലുറപ്പുകാർ നമ്മുടെ അയ്യത്തൊക്കെ വന്നിങ്ങനെ കുഴി എടുക്കുമായിരുന്നു. ഇപ്പോഴുണ്ടോ എന്തോ എനിക്കറിയാം. മഴക്കുഴി ഇല്ല, അവൻ എന്തോ ബഹളം. മഴക്കുഴി ഇങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെ കുഴിച്ചായിരുന്നു. അന്ന് ആ സമയത്ത് വേണമായിരുന്നെന്ന് തോന്നുന്നു എല്ലാ വീടുകളിലും ഒക്കെ കേട്ടോ. അങ്ങനെ അവർ മഴക്കുഴി എടുത്ത് അപ്പോഴിങ്ങനെ ഒരു പന്നത്തേങ്ങ എങ്ങാണ്ട് അവിടെ കിടന്ന് അമ്മ വെറുതെ എടുത്തിട്ടത്. പക്ഷെ നമ്മൾ നട്ടാൽ ഇത്ര ആകത്തില്ല കേട്ടോ. നമ്മൾ വേണമെന്ന് വെച്ച് വാങ്ങിച്ച് നട്ടാലും അല്ലാതെ നട്ടാലും തെങ്ങ് ഇത്ര ആവത്തില്ല. പക്ഷേ നമ്മുടെ സരസുവിൻ്റെ കൈ അതങ്ങ് മിണ്ടാതിടാം. നമ്മുടെ സരസുവിൻ്റെ കൈ അങ്ങ് പൊലിച്ചു. ആ തെങ്ങ് ഇത്രേ ആയി കേട്ടോ. കുഴപ്പമില്ല. ഷേടോ ഇവന് ഞാൻ കാര്യം പറയുന്നതിനാന്ന് തോന്നുന്നു ബഹളം വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയായി കേട്ടോ. അത് അമ്മ ഇങ്ങനെ കരിയിലൊക്കെ കൊണ്ടിട്ട് സെറ്റാക്കി വെച്ചേക്കുക. ഇതേല അവിടെയും എത്ര പേരാ വരുന്നേ നോക്കാം എന്നെ കടിക്കാനും. ആർടാ ദേ കണ്ടോ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? എത്ര എണ്ണത്തിനെ കാണണം. അതിനാ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു. നാട്ടുകാരെ ഇളക്കുവാടാ, ഓടിക്കോണം. ഫാമിലിയായിട്ട് ഇറങ്ങിയേക്കുവാന്നോ? ഫാമിലി മൊത്തത്തിൽ ഇറങ്ങിയേക്കുവാന്നോ? അച്ഛനും അമ്മയും മക്കളും. ഇവിടെ നല്ല തണലാട്ടോ. നമ്മുടെ അവിടെ വീടിൻ്റെ അവിടെ ഭയങ്കര ചൂടല്ലേ. പക്ഷേ ഇവിടെയൊക്കെ ഞങ്ങൾ ഇവ സമ്മതിക്കത്തില്ല. നേരത്തെയൊക്കെ ഞങ്ങളത് ഈ കയ്യാലപ്പുറത്തൊക്കെ വന്നിരുന്ന് കഥ പറയുമായിരുന്നു പിള്ളേരെ, അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ വീട്ടുകാരും. പക്ഷേ ഇപ്പോഴ് അപ്പുറത്തെ വീട്ടുകാരെയും കാണാനില്ല, ഇപ്പുറത്തെ വീട്ടുകാരെയും കാണാനില്ല. എല്ലാവരും രണ്ടാൾ പൊക്കത്തിൽ മതിൽ കെട്ടി വെച്ചേക്കുക. പിന്നെ എങ്ങനെ നമ്മൾ കാണും? ഞാൻ പിന്നെ മതിലിൻ്റെ മേളിലേക്കിടക്കെ കയറി നിന്ന് സംസാരിക്കുക കേട്ടോ. ഈ സുപ്പ് പാവം കേട്ടോ. അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും വലിഞ്ഞു പിടിച്ച് കാര്യം പറയാൻ നോക്കും കേട്ടോ. നിനക്ക് ഇന്ന് അടി വാങ്ങിക്കും. അവന്മാരതിലേ പോയേനില്ല. അവൻ ചിക്കു നിനക്കടി, ഒരടിയുണ്ട് നിനക്ക്. റബ്ബറിൻ്റെ പൂ പൊഴിയുന്നുണ്ട്. അടുത്ത ആളും നമ്മുടെ ടിക്കുവും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സരസുവിൻ്റെ കൈ പൊലിച്ചു. നല്ല കൈയായിരുന്നു. നമുക്ക് 2 തെങ്ങ് അത് കണ്ടോ, വളഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങ്. അത് നമ്മുടെ സരസു ഇങ്ങനെ എവിടെയെന്നോ ഒരു പന്ന തേങ്ങ കൊണ്ടിട്ടതാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കണ്ടോ? ഇത്രയൊക്കെ ആ സരസു തേങ്ങ പിടിക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, അപ്പോൾ സരസു ആരാ മോളെന്നറിയാവോ? ഈ നാട്ടിൻപുറത്തൊക്കെ വരണം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ ലൗലോലിക്കയുണ്ട്, ഞങ്ങൾക്ക് പുളിഞ്ചിക്കായുണ്ട്, പേരക്കയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. ഇതേ ലൗലോലിക്ക ഇത്രയായി കിടക്കുന്നു കണ്ടോ. ഇത്രേ ആയി, പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. 2ാമത്തെ ട്രിപ്പ് ഇപ്പം നമുക്ക് ലൗലോലിക്ക പിടിച്ചത് കേട്ടോ. കണ്ടോ, എന്നെ പറ്റിച്ചതാ പിള്ളേരെ. ആ നേഴ്സറിക്കാരെന്നെ പറ്റിച്ചു. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ തെങ്ങാണിത് കേട്ടോ. 3 വർഷമല്ല, 4 വർഷമല്ല, 5 വർഷമല്ല, 6, 7, 8 വർഷമായി ഇതേ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇങ്ങനെ നിൽക്കുക. ഒറ്റ ഒരു വെള്ളയ്ക്ക ഒന്ന് കാണാൻ എങ്ങനെയാണ്.
വെള്ളയ്ക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ. എനിക്കറിയത്തില്ല ഇനി പിടിക്കുമെന്ന്. എന്നും നമ്മുടെ സരസ് ഇതിൻ്റെ കീഴത്ത് വെള്ളം കൊണ്ട് ഒഴിക്കും കേട്ടോ. പാവ സരസ് എങ്ങനെയെങ്കിലും തേങ്ങ പിടിക്കുമെന്ന് പറഞ്ഞു. ഇതെനിക്കൊന്ന് ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള തെങ്ങ് കേട്ടോ. അതാണ് ഈ മൂട് ഭാഗം ഇത്രയും വലുതായിട്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ തെങ്ങൊന്നും അങ്ങനെയൊന്നുമില്ല. മൂട്ടിൽ ഇത്ര മണ്ണൊന്നുമില്ല കേട്ടോ. ഇത് അവിടുത്തെ തെങ്ങാണ്, തെങ്ങിൻ്റെ കുട്ടിയാണ് കേട്ടോ. അതാണ് ഇത്രയും വലിയ മൂട് അല്ലേ. നോക്ക്, നിങ്ങൾ നോക്ക്, ഒരു തുറൂൻ്റെ അത്രയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പോകാം. സരസ് തന്നെ ഓടിക്കും. നീ വെള്ളം ഒഴിക്കത്തില്ല, അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് വർത്താനം പറയുവാന്നൊന്ന് ചോദിക്കും. നമുക്ക് പോകാം. എൻ്റെ ഈശ്വര, ആ പൂച്ച അവിടെ നിന്ന് കിടക്കുന്നതിന് ഒരു കിളിയുടെ ഒരു കുശുമ്പ് നോക്ക്. പാവം, അതിനെ ഓടിച്ച് വിട്ടു. പാവം ദേ പോയി. ദേ കുറേ പോവാ, ഓടിച്ച് വിടുന്നുണ്ടോ. ഇങ്ങനെയുണ്ടോ ഒരു കിളി? അതവിടെ കിടന്നതിന് അതിനെ ഓടിച്ച് വിട്ടു. പൂച്ച പിണങ്ങിപ്പോയി കേട്ടോ. ദേ പോറേ കഷ്ടം തന്നെ. ദേ അങ്ങ് പോയി കിടന്നു. ആ കിളിയുടെ ഒരു കുശുമ്പ് നോക്കാം, അതിനെ ഓടിച്ച് വിട്ടു. ഇനി അവിടെ പോയി കിടന്ന് ചിലയ്ക്കുക. പാവം പൂച്ച. കണ്ടോ കുശുമ്പ്, ഇതിനാ പറയുന്നത് കുശുമ്പെന്ന്. കണ്ടോ കണ്ടോ, അവിടെ നിന്നും അതിനെ എഴുന്നേൽപ്പിക്കാനൊക്കെ കണ്ടോ. അയ്യോ, എന്തോ പറയാനാ.